ചേച്ചി സുഖല്ലേ? ചേച്ചി സുഖ ചേച്ചി സുഖല്ലേ? ചേച്ചി ഇങ്ങോട്ട് വന്നോളൂ. കേരളം കണ്ട ഏറ്റവും വലിയ അപരാധി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന രണ്ട് പേരുകളാണ് പശുച്ചേട്ടനും രാഹുൽ പശുപാലനും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രശ്മി. ഇവർ രണ്ടുപേരെയും അറിയാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. ചുംബന സമരത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയവർ. അതിനുശേഷം പെൺവാണിഭ കേസിൽ സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും പെൺകുട്ടികളെ കൊണ്ടുവന്ന് വ്യഭിചാരം നടത്തിയതിന്റെ പേരിൽ 2 വർഷത്തോളം ശിക്ഷിക്കപ്പെട്ട 2 വ്യക്തികൾ. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു യുദ്ധം തന്നെ ആയിരുന്നു. ആ യുദ്ധം ഒരുപക്ഷെ ബാച്ചിലായിട്ടുള്ള ആളുകളൊക്കെ കണ്ടതാണ്. പല സൈറ്റുകളിലും ആ യുദ്ധം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇനി അതിനൊക്കെ ശേഷം വീണ്ടും ഇവർ സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ഒരു അധപ്പതനം അത് കാണുമ്പോൾ ഈ വീഡിയോ എന്നേ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 2-3 ആഴ്ചയായി ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ട്. അതായത് ഇവരുടെ ഒരു പുതിയ ആൽബം വന്നിട്ടുണ്ട്. ഇദ്ദേഹം പശുച്ചേട്ടൻ വലിയൊരു ഡയറക്ടറായി മാറിയിരിക്കുകയാണ്. ആ ഒരു ആൽബം പലരും കണ്ടിട്ടുണ്ടാവും. ആൽബം എന്ന് പറഞ്ഞൊരു അപരാധം പടച്ചു വെച്ചേക്കുന്ന പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ എന്നെ ഏറെ അതിശയിപ്പിച്ചത് ഈ പറഞ്ഞ നമ്മുടെ ഹൈഡ്രോളി, എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഹൈഡ്രോളിയുടെ ചാനലിൽ ഹൈഡ്രോളി നേരിട്ട് ഇവരുടെ ഇന്റർവ്യൂ എടുത്തിരിക്കുകയാണ്. രശ്മി നായർ എന്ന് പറയുന്ന ഈ ഒരു സമ്പൂർണ്ണ അപരാധി വന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ വായി നോക്കിയുള്ള ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ വിഷയത്തിൽ അല്ലെ എല്ലാ വിഷയത്തിലും സമ്മിശ്ര പ്രതികരണം നടത്തുന്ന ആളുകളുണ്ടാവും. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് ആരെങ്കിലും ഇവരെ അനുകൂലിക്കുന്നുണ്ടോ? അതായത് സ്വന്തം ഭാര്യയെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുക. അത് മാത്രമല്ല, ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് 2 മക്കളുണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. അവര് വലുതായി വരുന്നു. ഇപ്പൊ അത്യാവശ്യം വലിയ കുട്ടികളായി. അവരെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ അപരാധം കാണിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ താരങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യം വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഭർത്താവാണ്, ഡയറക്ടർ വേറെയാണ്. ആ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് എൻ്റെ കുടുംബമാണ്. അന്നും ഇന്നും കുടുംബമാണ് പ്രയോറിറ്റി. ഡയറക്ടർ എന്നുള്ള നിലയിൽ പുള്ളിക്ക് എന്തെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അത് വെച്ചിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. കുടുംബം എന്ന് പറയുന്നത് ആ ഒരു സപ്പോർട്ടായിട്ട് എന്നും എപ്പോഴും കൂടെ ഉണ്ട്. കമ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്ത് മാറ്റം എന്ന് പറഞ്ഞാൽ പുള്ളി പണ്ടേ ഇങ്ങനെയാണ്. എല്ലാ കാര്യവും ഒരു പെർഫെക്ഷനിസ്റ്റോടുകൂടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് എല്ലാം അങ്ങനെ ഒരു ചിട്ടയോടുകൂടി പോകുന്ന ഒരാളാണ്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അതാണ് കമ്പയർ ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്ത തരത്തിലൊരു ഭർത്താവ്. അതായത് രശ്മി നായരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം ഓളെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തതിന് ശേഷം ഓളെ വെച്ച് സിനിമ പിടിക്കുന്നു. ആ സിനിമയിൽ നായകനാക്കുന്ന മറ്റൊരു പഹയനെ, അതായത് ആ സിനിമയിൽ സ്വന്തമായി നായകനാവാൻ സാധിച്ചു. ഓനെക്കൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. ഓനിക്ക് അതിനുള്ള ശേഷി ഉണ്ടാവില്ല. എനിവേ 2 കുട്ടികളെ ഉണ്ടാക്കി. അതായത് കൂടുതൽ പെർഫെക്ഷന് വേണ്ടി മറ്റൊരു പകയനെ തന്റെ ഭാര്യയുടെ നായകനാക്കി ആ പോൺ വീഡിയോ ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക. വല്ലാത്തൊരു മനസ്സ് തന്നെ. ഈ വണ്ടികളുള്ള പ്രിയം തോന്നാനുള്ള വണ്ടി എനിക്കല്ല, വണ്ടി മേടിച്ചു പുള്ളിക്കാണ് അതിനോടുള്ളൊരു അങ്ങനൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലോ. ഇഷ്ടമുള്ള ഒരു ഇന്ന വണ്ടി ഇന്നത് വാങ്ങിക്കണം. അപ്പൊ സാഹചര്യം ഒത്തു വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എനിക്ക് മനസ്സിലായി. എത്ര വണ്ടിയുണ്ട്? 4-5 എണ്ണം പോലും അറിയില്ല എന്നുള്ളത് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അല്ല, എല്ലാം ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ. ലാസ്റ്റ് വാങ്ങിയ വണ്ടി ഹൈലക്സ്. ആ വണ്ടികൾ അത്രയും പ്രിയം തോന്നുന്ന 2 പേർക്ക് ഒരേപോലെ തന്നെ പ്രിയമായിരുന്നു. എനിക്ക് എന്നെക്കാൾ കൂടുതൽ വാഹനത്തോടുള്ള താല്പര്യം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ ചെറുപ്പക്കാർക്കും ഒക്കെ വാഹനത്തോട് താല്പര്യങ്ങളുണ്ടാവും. പിന്നെ ഒരുപക്ഷെ കൂടുതൽ താല്പര്യം ഉണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു വാഹനത്തോടുള്ള അമിത താല്പര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ചില ആഗ്രഹങ്ങൾ തോന്നും. നമുക്ക് ഈ വാഹനം കൊള്ളാം, അത് കൊള്ളാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ കൊള്ളാം. നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്നു. ഒന്നാലോചിച്ചൊക്കെ എല്ലാം ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ഓനിക്ക് വണ്ടികൾ ഉപയോഗിക്കാനായിരുന്നു താല്പര്യം. അതായത് ഓനിക്കിഷ്ടം വണ്ടികൾ ഓടിക്കാനും ഓന്റെ സ്വന്തം വണ്ടി മറ്റുള്ള പഹയന്മാർ ഓടിക്കുന്ന കാണാനുമായിരുന്നു ഓൻ ആഗ്രഹിച്ചിരുന്നത്.
ജീവിതം ഒന്നല്ലേ അല്ല, ജീവിതത്തിൽ നമ്മൾ ചിലത് ആഗ്രഹിച്ച് കിട്ടാത്ത പ്രായങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അല്ലേ. നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ടിട്ട് അതിൽ നിന്നും മാറി ചിലപ്പോൾ അന്നൊരു സൈക്കിൾ വാങ്ങുമ്പോൾ നമുക്ക് പറ്റാത്ത, നമ്മുടെ വീട്ടുകാർക്ക് പറ്റാതെ വരും. പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് വാങ്ങാൻ പറ്റാത്ത ആ ഒരു സ്വപ്നമായിരുന്നു ഈ വാഹനത്തിലുള്ള ഒരു യാത്ര. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റോറി ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഇല്ല. അതായത് എനിക്ക് സൈക്കിൾ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് വാങ്ങി തന്നിരുന്നു. എനിക്ക് ബൈക്ക് ആഗ്രഹിച്ച സമയത്തും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വാഹനം എനിക്ക് ഉപയോഗിക്കാൻ വാഹനം വീട്ടിൽ വാങ്ങി തന്നിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും വാങ്ങി തന്നിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇന്ന വാഹനം എടുക്കണം, എനിക്ക് എന്തെങ്കിലും എനിക്കത് സാധിക്കാതെ പോയി, അത്ര ഒരു ഇമോഷണൽ സ്റ്റോറി എനിക്കങ്ങനെ വാഹനത്തോടില്ല. എനിക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണം, നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങണം. അത് എല്ലാം വാങ്ങാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ ഇപ്പോൾ എനിക്ക് ഇന്ന വണ്ടിയാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ പോക്കറ്റിനനുസരിച്ചുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും, ഉപയോഗിക്കുന്നതെന്ന്. അത്ര പോക്കറ്റിന് വലിപ്പം കൂടുതലാണ്, അതാണല്ലോ വലിയ വലിയ വാഹനങ്ങൾ വരുന്നത്. വലിപ്പം കൂടട്ടെ, പോക്കറ്റിന് നന്നായി വലിപ്പം കൂടട്ടെ. പോക്കറ്റിന് വലിപ്പം കൂടുമ്പോൾ ലക്ഷ്മിയുടെയും പല ഭാഗങ്ങൾ ഇങ്ങനെ വലിപ്പം കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഹൈഡ്രോളിയോടുകൂടാണ്. ഹൈഡ്രോളി തന്റെ ഭാര്യ നാളെ ഈ ഒരു വഴി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ താൻ ഇതേപോലെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യും. ഇതുപോലുള്ള അപരാധികളെ ഇന്റർവ്യൂ എടുത്തിട്ട് അവരെ എന്റർടൈൻ ചെയ്യിക്കാൻ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾക്ക് വലിയൊരു ത്വര തന്നെയുണ്ട് ഇപ്പോൾ. അതായത് എന്ത് അപരാധവും എന്ത് കാട്ടപരാധം കാണിച്ചാലും അവർ സെലിബ്രിറ്റികളാണെന്നുള്ളൊരു ലേബൽ ഉണ്ടാക്കിയെടുക്കാം, അവരെ ഇന്റർവ്യൂ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു അവസ്ഥയാന്ന് നോക്കാം. ഈ 2 പേർക്കും 2 മക്കളുണ്ട്. ഒരു പയ്യന് 10ാം ക്ലാസ്സിലാണ്ട് പഠിക്കുന്നു, ഇളയ മോളുണ്ട് 5ാം ക്ലാസ്സിലാണ്ട് പഠിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ഭാവി എന്താണ്. ഇവന് ഇന്റർവ്യൂ പറയുന്നത് നാളത്തേക്കുള്ള വർക്കിനെ കുറിച്ചുള്ള ചിന്തയാണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും അവൻ വറീഡല്ല. നാളെയിലേക്കുള്ള വർക്ക്, നാളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനാണ് അവൻ്റെ ആഗ്രഹം. എന്നാലോചിച്ച് നോക്കുക, വളർന്നു വരുന്ന കുട്ടികളെയും ആ ഒരു മേഖലയിൽ ഇറക്കാനായിരിക്കും ഇവൻ്റെ ഒരു ചിന്താഗതി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെ അനുകരിച്ച് ഒരുപാട് പേര് ഈ മേഖലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ലൈവായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് കാണാം. സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന, മക്കളുള്ളപ്പോൾ കൂട്ടിക്കൊടുക്കുന്ന. കഴിഞ്ഞ ദിവസം നമ്മളൊരു വൈഷ്ണവി എന്ന് പറയുന്ന ഒരു ടീമിന്റെ വീഡിയോ ചെയ്തിരുന്നു. അത്തരം ആൾക്കാർ ഒരുപാട് വന്നു. അവരൊക്കെ ഈ അപരാധികളെ ഫോളോ ചെയ്ത് വന്നവരാണ്. ഈ ഒരു വിഷയത്തിൽ അവർ അഭിമാനിക്കുന്നു എന്നാണ് ഈ രശ്മി എന്ന് പറയുന്ന ഈ അപരാധി പറയുന്നത്. എന്നെ ഫോളോ ചെയ്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ രീതിയിലുള്ള അപരാധികൾക്ക് ഈ രീതിയിലുള്ള റെപ്യൂട്ടേഷനോടെ കിട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ഈ രീതിയിലുള്ള ആദരവ് വന്നിറങ്ങുമ്പോൾ ഈ രീതിയിൽ ആദരിക്കുക, ഈ രീതിയിൽ ഇവറ്റകളെ ഇന്റർവ്യൂ ചെയ്ത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കഴിഞ്ഞാൽ നാളുകളിൽ എന്തായിരിക്കും അവസ്ഥ? ഇതേമാതിരിയുള്ള അനേകായിരം അപരാധികൾ ഇതുപോലെ പെരുകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുണ്ടാവാൻ പാടില്ല. ഇത്തരം അപരാധികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുന്ന. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇങ്ങോട്ട്